ഒരു ഹൈസ്കൂൾ മ്യൂസിക് ടീച്ചറായ ജോ ഗാർഡനറിന്റെ കഥയാണിത്. ഈ പുള്ളിയെ സംബന്ധിച്ച് ജീവിതം എന്ന് പറഞ്ഞാലേ അത് മ്യൂസിക് ആണ്. എന്നാൽ പുള്ളി പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലോ ഏറെയും പേർക്ക് പാഷൻ ഒന്നുമല്ല, ചുമ്മാ നേരം പോക്കായിരുന്നു. കൂട്ടത്തിലെ കോണി എന്ന പെൺകുട്ടിക്ക് മ്യൂസിക് പാഷനാണ്. അതുകൊണ്ട് തന്നെ അവൾ വായിക്കുമ്പോൾ അതിലങ്ങനെ മുഴുകി ചേർന്ന് വായിക്കും. ഇത് കാണുന്ന ജോ എപ്പോഴും പറയും, എന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്നാണ് മ്യൂസീഷ്യൻ ആവാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഇതുവരെയും ഞാൻ എവിടെയും എത്തിച്ചേർന്നില്ല. അപ്പോഴാണ് ജോയെ പ്രിൻസിപ്പൽ വിളിച്ച് നിങ്ങളുടെ ഇവിടുത്തെ താൽക്കാലിക ജോലി സ്ഥിരപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ടെന്ന് പറയുന്നത്. ജോയ്ക്ക് ഇതുവരെ ശരിക്കൊരു ജോലി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ജോലി കിട്ടിയിട്ടും അവനൊട്ടും ഹാപ്പി ആയതുമില്ല. അവന്റെ അമ്മ ഒരു തയ്യൽക്കാരിയാണ്. അങ്ങനെ അമ്മയോട് പോയിട്ട് ഈ സന്തോഷ വാർത്ത ജോ പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. 19 വയസ്സായിട്ടും നിനക്ക് ഇതുവരെ ജോലി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്തായാലും അതൊക്കെ ആയല്ലോ. എന്നാൽ ജോയ്ക്കാണെങ്കിൽ ഒരു ബാൻഡിലെ പിയാനിസ്റ്റ് ആവാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. എനിക്കതായി തീരണം എന്ന് അമ്മയോട് അവൻ പറയാണ്. അപ്പോഴാണ് അവന്റെ ഒരു സുഹൃത്ത് വിളിച്ച് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ദൊറോത്തി ബാൻഡിൽ ഒരു പിയാനിസ്റ്റിന്റെ ഒഴിവുണ്ട്, നീ പെട്ടെന്ന് വന്ന് ഇവിടെ വന്ന് കാണണം, എന്നിട്ട് ഓഡീഷന് പങ്കെടുക്കണം എന്ന് പറയാണ്. ഇപ്പൊ കിട്ടിയ ജോലി അപ്പൊ തന്നെ കളഞ്ഞിട്ട് ദൊറോത്തി ബാൻഡിലെ മെയിൻ ആയിട്ടുള്ള ദൊറോത്തി മാമിനെ കാണാനായിട്ട് ജോ പോവാണ്. നീ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യമില്ല, നിന്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിന്നെ ഈ ബാൻഡിലേക്ക് എടുക്കൂ എന്ന് ദൊറോത്തി മാം പറയുന്നു. ജോ പറഞ്ഞു, എനിക്ക് പിയാനോ വായിക്കാൻ നല്ല കഴിവാണ്, നിങ്ങൾക്ക് അത് ഞാനിപ്പോ കാണിച്ചു തരാം. അങ്ങനെ ചുമ്മാ അവരൊരു ട്രയൽ പോയി നോക്കാണ്. ജോ ആവട്ടെ അങ്ങനെ മുഴുകിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അവന്റെ കൈകളിൽ മാന്ത്രികത വരുന്നത് പോലെയായിരുന്നു. അവൻ അവിടെയുള്ള ആരെയും ശ്രദ്ധിക്കാതെ അതിൽ മുഴുകിയിരുന്ന് വായിച്ചതും എല്ലാവരും ഇംപ്രസ്ഡ് ആയിട്ട് ജോയെ നോക്കുന്നു. അങ്ങനെ അവനെ അന്നത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ സെലക്ട് ചെയ്തു. ജോ ഒരുപാട് ഹാപ്പിയായി. കാരണം അവന്റെ ലൈഫിൽ അവൻ ഇത്രയും നാള് തെണ്ടി തിരിഞ്ഞ് നടന്നതൊക്കെ തന്നെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്കിനി ജോലിയൊന്നും വേണ്ട, എനിക്ക് ബാൻഡിൽ ഇതേ വർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. പക്ഷേ പെട്ടെന്ന് അവനൊരു കുഴിയിൽ വീണു. പിന്നീട് നമ്മൾ കാണുന്നത് ജോയുടെ ആത്മാവിനെയാണ്. അവൻ ഇപ്പോൾ ഉള്ളത്, നമ്മൾ പറയില്ലേ ജീവിതം കഴിഞ്ഞിട്ടൊരു മരണാനന്തര ജീവിതം ഉണ്ടെന്ന്, അങ്ങനെ മരണാനന്തര ജീവിതത്തിലേക്ക് പോകുന്ന ഒരു പാലത്തിലാണ്. എന്നാൽ ജോയ്ക്കാണെങ്കിൽ ഞാൻ മരിച്ചു പോവാൻ സമയമായിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ, എന്നിട്ട് അത് പൂർത്തിയാക്കാതെ എനിക്ക് മരിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവൻ ആ പാലത്തിലൂടെ പിറകോട്ട് ഓടിപ്പോവാണ്. അവിടെ ഒരുപാട് ആത്മാക്കളെ അവൻ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ആ പാലത്തിൽ നിന്ന് അവൻ താഴേക്ക് എടുത്തു ചാടി. അവിടെ ഫുള്ള് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ മറ്റൊരു ലോകത്തേക്ക് വന്ന് വീഴാണ് ചെയ്യുന്നത്. ഇതേതാ സ്ഥലം എന്ന് അവന് മനസ്സിലാവുന്നില്ല. അവിടെ കുറെ ചിടുങ്ങ ആത്മാക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ പ്രത്യക്ഷപ്പെട്ട ഒരു രൂപം അത് പറയുന്നത്, ഞങ്ങൾ ഇവിടെയുള്ളവരെ എല്ലാവരെയും പരസ്പരം ജെറി എന്നാണ് വിളിക്കുന്നത്. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുന്നത് പോലെ ജീവിതത്തിന് മുൻപും ഒരു ജീവിതമുണ്ട്. ഇവരാണ് ഈ ആത്മാക്കള്. ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന ആത്മാക്കളാണത്രേ അവിടെ നമ്മൾ കാണുന്ന ആ കൊച്ചുകുട്ടി ആത്മാക്കള്. അങ്ങനെ ജോയ്ക്ക് ജെറി ഇതെല്ലാം കാണിച്ചു കൊടുക്കാണ്. മരണാനന്തര ജീവിതമുണ്ട്, ജീവിതത്തിന് മുൻപുള്ള ജീവിതമുണ്ട്. അങ്ങനെ അവിടെ നടന്ന് ഈ ആത്മാക്കൾക്ക് സ്വഭാവ രൂപീകരണം നടത്തുന്നതിനെ പറ്റിയൊക്കെ തന്നെ ജെറി നമ്മുടെ ജോയ്ക്ക് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ നേരായ സ്വഭാവം ഒക്കെ കൈവന്ന ഈ കുട്ടി ആത്മാക്കള് ഭൂമിയിലേക്ക് എടുത്തു ചാടും. അങ്ങനെ ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ജോ ഒരുപാട് തവണ ആ ഒരു വഴിയിലൂടെ ചാടാൻ നോക്കി. എന്നാൽ ഭൂമിയിലേക്ക് പോകാനായിട്ട് ഒരു കുഞ്ഞു എൻട്രി പാസ് ഉണ്ട്. അന്നേരം ജോയോട് നമ്മുടെ ജെറി പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോവാനുള്ള ആത്മാവല്ല, നിങ്ങളൊരു മെന്ററാണ് എന്ന് പറയാണ്. ആ സമയത്താണ് മരണാനന്തര ജീവിതത്തിൽ നിന്ന് ടെറി എന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഒരു ആത്മാവിനെ നഷ്ടമായി പോയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഏത് ആത്മാവിനെയാണ് നഷ്ടമായി പോയതെന്ന് ഈ ടെറി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ജോ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ മെന്റർ ആയിട്ടാണ് ജോ മാറിയിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കുട്ടി ആത്മാക്കൾക്കും ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കും. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഴിവുകൾ കണ്ടെത്തി കൊടുക്കലാണ് മെന്റർമാരുടെ പണി. ഈ മെന്റർമാരായി തീരുന്നത് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി മരിച്ചു പോയിട്ടുള്ളവരാണ്. അതായത് ഗാന്ധിജി, മദർ തെരേസ, അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുടെ ആത്മാക്കള്. ഇവിടേക്കാണ് വഴി തെറ്റിയിട്ട് നമ്മുടെ ജോ വന്നെത്തിയിട്ടുണ്ടായിരുന്നത്. ജോ വഴി കാണിച്ചു കൊടുക്കേണ്ട ആത്മാവ് 22 എന്ന് പറയുന്ന ആത്മാവായിരുന്നു. ഇതാണെങ്കിൽ ഒരുപാട് തവണ ഭൂമിയിലേക്ക് പോവാൻ തന്റെ സ്പാർക്ക് കണ്ടെത്താൻ വേണ്ടി പല മെന്റർമാരുടെ ഒപ്പം പോയതാണ്. പക്ഷേ അവളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ സ്ഥലം വിട്ട് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഇതുവരെ അവളുടെ കഴിവ് കണ്ടെത്താൻ പറ്റാതിരുന്നത്. അന്നേരം ജോ പറഞ്ഞു, ഞാൻ ശരിക്ക് നീ
ഉദ്ദേശിക്കുന്ന പോലൊരു മെന്റർ ഒന്നുമല്ല. എൻ്റെ ലൈഫ് എന്ന് പറയുന്നതും ഭയങ്കര ദുഷ്കരമായിരുന്നു. അങ്ങനെ ജോയുടെ ലൈഫ് ഇവരവിടെ നിന്ന് കാണാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് എവിടെ എത്താനായി സാധിച്ചില്ലല്ലേ എന്ന് നമ്മുടെ ജോയോട് 22 ചോദിക്കുമ്പോൾ, അതെ, ഞാൻ എപ്പോഴും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. ഞാൻ ജീവിക്കാൻ തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ആ പ്രയാസം മുഴുവൻ പിയാനോ വായിക്കുമ്പോൾ അതിൽ മുഴുകി തീരുമ്പോൾ ഞാൻ മറക്കുമായിരുന്നു. എന്നാൽ എൻ്റെ അവസാന ആഗ്രഹത്തിലേക്ക് എത്തുമ്പോഴായിരുന്നു എനിക്ക് ഈ പണി കിട്ടിയത്. നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം. നിനക്ക് ഭൂമിയിൽ പോവണ്ട, അതല്ലേ ആവശ്യം. നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ സ്പാർക്ക് കണ്ടെത്തി ഭൂമിയിലേക്ക് പോകാനുള്ള നിന്റെ ടിക്കറ്റ് ഉണ്ടാക്കുക. ആ ടിക്കറ്റ് നീ എനിക്കിതാ, ഞാൻ ഭൂമിയിൽ പൊക്കോളാം. ഓ, അത് നന്നായിരിക്കും, രണ്ടുപേർക്കും കാര്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭൂമിയിലും പോകാം, എനിക്ക് ഇവിടെ നിന്ന് പോവുകയും വേണ്ട. 22 സമ്മതിച്ചു. അങ്ങനെ അവളുടെ സ്പാർക്ക്, അതായത് അവളുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി ഇവർ പലയിടത്തായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എവിടെ നിന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അന്നേരം ഒരു ജെറി വന്നിട്ട് പറഞ്ഞു, 22ന്റെ കഴിവിനെ ഇനിയും കണ്ടെത്താനായില്ലേ, സാരമില്ല, നമുക്ക് അവൾക്ക് വേറെ മെന്ററിനെ കൊടുക്കാം. എന്നാൽ ഇവർ തമ്മിൽ ഒരു കരാറുണ്ടല്ലോ, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഞങ്ങൾ ബ്രേക്ക് ഡാൻസ് ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അതാണോ ഇവളുടെ കഴിവ് എന്ന് കണ്ടെത്താൻ വേണ്ടി സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഈ മനുഷ്യന്മാർ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അവരുടെ ആത്മാവ് സോൺ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വരുമെന്നാണ് 22 പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. അതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് മൂൺവിൻഡ്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളെ തിരിച്ച് അവരുടെ ശരീരത്തിൽ എത്തിക്കലാണ് മൂൺവിൻഡിന്റെ പ്രധാന പണി. എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചു കൊടുത്തു. അതായത് ഇപ്പോൾ ബിസിനസ് പൈസ അങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ മറന്ന് നടക്കുന്ന കുറച്ച് ആത്മാക്കളും ഇവിടെയുണ്ട്. അപ്പോൾ അവരെ ശരിക്ക് അവരുടെ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കലും ഈ മൂൺവിൻഡിന്റെയും കൂട്ടുകാരുടെയും പണിയാണ്. അങ്ങനെ അത്തരത്തിലെ ഒരു ആത്മാവിനെ പിടിച്ചു കെട്ടിയിട്ട് ഇവര് അതിന്റെ ശരീരത്തിലേക്ക് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് ബിസിനസ് കാര്യത്തിൽ മുഴുകിയിരുന്ന് ജീവിക്കാൻ മറന്നുപോയ ആ ആത്മാവിന് അതിന്റെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ ശരീരത്തിലേക്ക് മാറ്റിയിട്ടു. അന്നേരം ജോ പറഞ്ഞു, ഞാനിപ്പോൾ ഭൂമിയിലെ കോമ സ്റ്റേജിൽ കിടക്കാണ്, എന്നെ നിങ്ങൾക്ക് അവിടേക്ക് അയക്കാൻ പറ്റുമോ? എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ആത്മാവ് ചെന്ന് കയറി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എനിക്ക് ഒരു പ്രധാന കാര്യം ചെയ്യാനുണ്ട്, അത് ചെയ്യാനായി സാധിക്കും, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അന്നേരം മൂൺവിൻഡ് പറഞ്ഞു, ഓ, അതിനൊക്കെ സാധിക്കുമല്ലോ, നമുക്ക് ഒരിടത്ത് ഇറങ്ങണം, എന്നിട്ട് നിന്റെ ശരീരം എവിടെയാണെന്നുള്ളത് നീ തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കണം, കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ജോ ഒരു വൃത്തം അവർ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നിന്നായിട്ട് അവൻ്റെ ശരീരം എവിടെയാണെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരുന്നു. ഒരു ഹോസ്പിറ്റലിലാണ് അവനിപ്പോൾ കിടക്കുന്നത്. ദേ ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ ജോ എടുത്ത് ചാടാൻ തുടങ്ങി. ആയിട്ടില്ല എന്ന് നമ്മുടെ മൂൺവിൻഡ് പറയുമ്പോഴേക്ക് ജോ ചാടി. അവന്റെ പിന്നാലെ ആയിട്ട് നമ്മുടെ 22 തെറിച്ചു പോവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജോയും 22 ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ജോ വന്നു വീണത് അവന്റെ ശരീരത്തിന്റെ അടുത്ത് കിടന്നിരുന്ന ഒരു പൂച്ചയുടെ അടുത്തേക്കും 22 ആണെങ്കിൽ ജോയുടെ ശരീരത്തിലേക്കും. നീ ഞാനായോ, ഞാൻ നീയായോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. 22 ഭൂമിയിലേക്ക് വരാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ജോ ആണെങ്കിലോ അബദ്ധത്തില് പൂച്ചയുടെ ദേഹത്താണ് കയറി പറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, നീ എന്നെ സഹായിക്കണം, നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാം, നമുക്ക് ആ മൂൺവിൻഡിനെ കണ്ടെത്തണം, അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്ന് പൂച്ചയുടെ ദേഹത്തുള്ള നമ്മുടെ ജോയുടെ ആത്മാവ് പറയാണ്. അതായത് അങ്ങനെയാണല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോ, അതായത് 22നെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശരിക്കുള്ള ജോ, അതായത് പൂച്ച ജോ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ 22ന് ഇതുവരെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കാനോ സ്മെല്ല് ചെയ്യാനോ അതുപോലെ തന്നെ കേൾക്കാനോ രുചിക്കാനോ അങ്ങനത്തെ കഴിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ മനുഷ്യന്മാരുടേതായിട്ടുള്ള ആവശ്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മുടെ 22ന് അറിയില്ല. ഇപ്പൊ ജോയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതായത് ജോയുടെ ശരീരത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ പൂച്ച ജോ അവന് വേണ്ടിയിട്ട് പിസയും കാര്യങ്ങളും ഒക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കാണ്. അങ്ങനെ ഈ പിസ കഴിച്ചപ്പോഴാണ് ആദ്യമായിട്ട് 22 രുചി എന്താണെന്ന് അറിയുന്നത്, മണം എന്താണെന്ന് അറിയുന്നത്. അവൾക്ക് ഈ ഭൂമിയിലെ ലൈഫ് അത്ര ബോറിംഗ് അല്ല എന്ന് മനസ്സിലായി. അവൾ ഒരുപാട് മെന്റേഴ്സിന്റെ അടുത്ത് നിന്ന് വിചാരിച്ചു വെച്ചിരുന്നത് അവരുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഈ ഭൂമി ബോറാണെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മൂൺവിൻഡിനെ പോയി കണ്ടു. മൂൺവിൻഡ് ശരിക്കും ഭൂമിയിലുള്ള ഒരാളാട്ടോ. അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ മുഴുകിയിട്ടാണ് അയാളുടെ ആത്മാവ് ആ സോണിൽ പോവാറുണ്ടായിരുന്നത്. അങ്ങനെ മൂൺവിൻഡിനോട് ഇവര് അവരുടെ പ്രശ്നം പറയാണ്. അതൊക്കെ എളുപ്പത്തിൽ തീർക്കാം, ഇന്ന് വൈകുന്നേരം 6:30 നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം എന്ന് പറയാണ്. ഈ സമയത്താവട്ടെ ടെറി
ഇപ്പോഴും ഏത് ആത്മാവാ ഇവിടെ നിന്ന് മിസ്സായേ എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ 22-ന് പിസ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിസയൊക്കെ കഴിച്ചിരിക്കുന്ന നടക്കുമ്പോഴാണ് ഈ തെരുവിൽ വെച്ച് പാൻറ് പോലും ഇടാത്ത അവസ്ഥയിൽ നമ്മുടെ ഡൊറോത്തി മാം ജോയെ കാണുന്നത്. അവനാകെ നാണക്കേടായി. പെട്ടെന്ന് തന്നെ വണ്ടിയും വിളിച്ച് നമ്മുടെ 22-നെ കൂട്ടിക്കൊണ്ട് ജോ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. ആകെ നാണക്കേടായല്ലോ, അവരിന്ന് വൈകുന്നേരത്തെ ഷോയിൽ എന്നെ ക്യാൻസൽ ചെയ്യുമാവോ എന്ന് നമ്മുടെ പൂച്ച പറയുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ അത് നമ്മുടെ ജോയുടെ ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഇവർ കോൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ് ഡൊറോത്തി മാം ഇങ്ങനൊരു അവസ്ഥയിൽ ജോയെ കണ്ടതുകൊണ്ട് ഇവനൊരു ഭ്രാന്തന എന്നും പറഞ്ഞ് ഇവന് പകരം വേറൊരാളെ വെച്ചിട്ടുണ്ട്. എന്നാലും സാരമില്ല, നീ നല്ല സ്യൂട്ടൊക്കെ ഇട്ട് വന്നാൽ ചിലപ്പോൾ മാഡത്തിന്റെ മനസ്സ് മാറും എന്നാണ് പറയുന്നത്. ഇനി നല്ലൊരു സ്യൂട്ട് ആവശ്യമാണ്, ഈ ലുക്ക് തന്നെ മാറ്റണം. അപ്പോഴാണ് നമ്മുടെ ജോയുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള കോണി അവിടേക്ക് വരുന്നത്. കോണിയെ കണ്ടതും ജോ നമ്മുടെ 22-നോട് പറഞ്ഞു, നീ അവളോട് സംസാരിക്കാൻ പോവല്ലേ എന്ന്. എന്നാ അവൻ പറഞ്ഞത് കേൾക്കാതെ 22 ശരിക്കും 22 കാണാൻ ജോയെ പോലാണല്ലോ, അപ്പോൾ അവളോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ കോണി പറഞ്ഞു, എൻ്റെ മാഷെ, എനിക്കൊരിക്കലും ഇതൊന്നും പറ്റുന്ന പരിഗണനയില്ല. ഈ മ്യൂസീഷ്യൻ ആവുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞ പണിയാ, എനിക്കൊട്ടും ഇത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ ട്രയംഫ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. അത് വായിച്ചപ്പോൾ അവൾ അതിൽ മുഴുകിപ്പോയി. ഇത് കണ്ട ജോ, നിനക്ക് ഇത് പറ്റുന്ന പണിയാണെന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് വിടുകയാണ് ചെയ്യുന്നത്. ഇന്നേരത്തെ ടെറി ആവട്ടെ, ആ ആത്മാവിനെ ഞാൻ കണ്ടെത്തി, ജോ ഗാർഡനർ എന്ന് പറയുന്ന ഒരാളാ, അയാൾ ഇവിടെ വന്നിട്ട് ഭൂമിയിലേക്ക് പോയിരിക്കുക എന്നൊക്കെ പറയുന്നു. ഇവിടെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ഷോയ്ക്ക് പോകാൻ വേണ്ടി നമ്മുടെ ജോ റെഡി ആയപ്പോൾ അവന്റെ മുടി ഒട്ടും കൊള്ളിലായിരുന്നു. അങ്ങനെ അവന്റെ മുടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇവൻ സാധാ ഒരു ബാർബറിനടുത്ത് പോവാറുണ്ട്. അവിടേക്ക് പോവാണ് നമ്മുടെ ജോ 22-നെ കൂട്ടിയിട്ട്. അന്നേരം 22-നോട് ജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവനോട് കാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട, ഞാൻ അങ്ങനെ മിണ്ടാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും നമ്മുടെ 22 അവിടെ മുടി വെട്ടാനായി കയറി ഇരുന്നിട്ട് നമ്മുടെ ജോയെ പോലൊരു ഇൻട്രോവേർട്ട് ടൈപ്പ് അല്ല 22, അവൾ നന്നായി സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഈ ബാർബറിനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു മൃഗ ഡോക്ടർ ആവാനാണത്രേ. പക്ഷെ ജീവിക്കണ്ടേ, ആ ലക്ഷ്യത്തിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബാർബർ പണി പഠിച്ചത്. എന്തായാലും ഈ ഒരു ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണെന്ന് ബാർബർ പറഞ്ഞപ്പോൾ നമ്മുടെ ജോ ആകെ അമ്പരന്നു പോയി. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവില്ലേ, അത് നേടിയെടുക്കാനല്ലേ മനുഷ്യന്മാരെ ശ്രമിക്കേണ്ടത്, അല്ലാതെ കണ്ണിക്കണ്ട ജോലികൾ ചെയ്യണോ എന്നാണ് നമ്മുടെ ജോയുടെ മനസ്സിലിരിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ കൂടി നമുക്കതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്ന് അവനിപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. ടെറി ആവട്ടെ ഇപ്പോൾ ജോയെ തപ്പിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജോയ്ക്ക് പകരമായിട്ട് ജോയുടെ ഒരു പ്രധാന ശത്രുവുണ്ട്, പോളിന്റെ ആത്മാവിനെ നമ്മുടെ ടെറി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവനാകെ പേടിച്ചുപോയി. അങ്ങനെ നമ്മുടെ ടെറി അവനെ വെറുതെ വിട്ടിട്ട് ജോയെ തെരഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. ജോ ആവട്ടെ ഇപ്പൊ നമ്മുടെ 22-ന്റെ ആത്മാവാണല്ലോ ജോയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മുടെ 22-ന്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ ചെറിയ ചെറിയ കുറേ സന്തോഷങ്ങൾ നമ്മുടെ ജോ അവന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ 22 ആവട്ടെ ഒരുവിധം മനപ്രയാസം ഇല്ലാതെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വരെ വലിയ കാര്യമായിട്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ പൂച്ചയിലിരിക്കുന്ന ജോന്റെ ആത്മാവിന് എന്താ ഇവൾ ഇങ്ങനെയെന്ന് അത്ഭുതം തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവരുടെ പാൻറ് കീറിപ്പോയി. അങ്ങനെ പാൻറ് ശരിയാക്കാൻ വേണ്ടി ജോയും 22-ഉം കൂടി അവന്റെ അമ്മയുടെ അടുത്ത് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ 22-നോട് ജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അമ്മയോട് കാര്യമായിട്ടൊന്നും പറയരുത്, ഈ ഷോയ്ക്ക് പോവാന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കും എന്നൊക്കെ പറയാണ്. അവൻ ഓക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ 22-നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴായിരുന്നു 22-ന് മനസ്സ് നിറയുന്നത്. അവൻ ചുറ്റിലും നോക്കി ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവുകൾ ആസ്വദിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് അമ്മയുടെ കടയിലേക്ക് എത്തി. ഇവർ വരുന്നതിന് മുൻപായി തന്നെ അമ്മ ഇവന് ഷോയിൽ അവസരം കിട്ടിയ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ച് അമ്മയോട് അവൻ പറഞ്ഞു, അമ്മ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഡൊറോത്തി ബ്രാൻഡിൽ പോയിട്ട് മ്യൂസീഷ്യൻ ആവണം എന്നുള്ളതായിരുന്നു. ഇപ്പം എന്തായാലും എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അമ്മ ഈ കീറിപ്പോയ പാൻറ് ഒന്ന് തുന്നി തന്നാൽ മതി, അമ്മേൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുത്, ഞാൻ എൻ്റെ അച്ഛനെ പോലെ ആവാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നൊക്കെ ജോ പറയാണ്. അതുവരെ ജോ പറഞ്ഞു കൊടുത്തതുപോലെ 22 പറഞ്ഞു എന്ന് പറയാം. ശേഷം അവളുടെ രീതിയിലും കൂടി അവൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായി. അങ്ങനെ അമ്മ ഓക്കെ പറഞ്ഞ് അവനൊരു പുതിയ സ്യൂട്ടൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴാണ് 22-ന് മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവുണ്ടെന്ന് ജോയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ 6:30 ആയപ്പോഴേക്ക് നമ്മുടെ മൂൺവിൻഡിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളി വന്നിട്ടില്ല. അതിന് മുൻപായിട്ട് നമ്മുടെ ജോയും 22-ഉം കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഭൂമി എന്ത് സുന്ദരാണല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ 22 ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിച്ചു പറഞ്ഞു, നിന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ എൻ്റെ കഴിവെന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയുണ്ട്, എനിക്ക്
എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള ആഗ്രഹവും വന്നു തുടങ്ങി എന്ന് പറയാണ്. എന്നാ ശരി, നീ അതിന് ശ്രമിച്ചോ എന്ന് ജോ പറയുന്നുണ്ടെങ്കിലും മൂൺവിൻഡ് വന്നപ്പോൾ ഇനി അതിന് സമയമില്ല, നമുക്ക് ആത്മാക്കളെ മാറ്റാനായിട്ട് സമയമായി എന്ന് പറയാണ്. ഇല്ലില്ല, നിന്റെ ശരീരത്തിലായിരിക്കുമ്പോഴാ എനിക്ക് എന്റെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റുക, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിന്റെ ശരീരം ഞാൻ തരില്ല എന്നും പറഞ്ഞിട്ട് 22 അവിടെ നിന്ന് ഓടിപ്പോവാണ്. ജോ പിന്നാലെയും പോകുന്നുണ്ട്. അങ്ങനെ ഇവര് സബ്വേയിലേക്കാ പോകുന്നത്. ഇവർ രണ്ടുപേരെയും ഫോളോ ചെയ്ത് ടെറിയും ഉണ്ടായിരുന്നു. ടെറിക്ക് ഇവരുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക പോർട്ടൽ തുറന്ന് ഇവരുടെ രണ്ടുപേരുടെ ആത്മാക്കളെയും നമ്മുടെ ടെറി വേർപെടുത്തി. ഇപ്പൊ ശരീരം മാത്രം ഭൂമിയിലിട്ടുകൊണ്ട് ജോയുടെയും 22ന്റെയും ആത്മാവിനെ ടെറി വീണ്ടും മറ്റേ ലോകത്തേക്ക് തന്നെ എത്തിക്കുകയാണ്. ശേഷം ടെറി ഇവരോട് വന്ന് പറഞ്ഞു, ഇവരെ ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ജോക്കാണെങ്കിൽ 22നോട് ദേഷ്യം, നിന്റെ കാരണം കൊണ്ടാണ് എന്റെ അവസാനത്തെ ആ ആഗ്രഹം നടക്കാതെ പോയത് എന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്ക് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. 22ന് ഇതുവരെ അവളുടെ കഴിവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നു. ഇതിലേതാണ് അവളുടെ കഴിവെന്നുള്ളത് നമ്മുടെ 22ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവള് നേരെ ഭൂമിയിലേക്ക് ചാടാനായി പോകുമ്പോഴേക്ക് ജോയുടെ ദേഷ്യം പിടുത്തം കാരണം, ഇല്ല, നിന്റെ ശരീരത്തിലായിരിക്കുമ്പോഴാണ് എനിക്ക് കഴിവ് കിട്ടിയതെന്നല്ലേ നീ പറയുന്നത്, അപ്പൊ അത് നിന്റെ കഴിവാണ്, എനിക്കൊന്നും ഒരു ലക്ഷ്യമില്ല, എനിക്ക് ജീവിക്കാനുള്ള അർഹതയുമില്ല എന്ന് പറഞ്ഞ ആ ടിക്കറ്റ് ജോയ്ക്ക് കൊടുത്ത് 22 ഇവിടെ നിന്ന് പോവാണ്. ജോ അവന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ ശരീരത്തിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ശേഷം അവൻ നേരെ പോകുന്നത് ആ ഒരു ബാൻഡില് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ആദ്യം ദൊറോത്തി മാം നീ നേരം വൈകി, നിന്നെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്റെ ഒരു ആത്മവിശ്വാസം കണ്ട് എന്നാ ശരി, ഈ ഷോയ്ക്ക് നീ ഒന്ന് ചെയ്തു നോക്ക് എന്നും പറയാണ്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ജോ ലൈഫിൽ അത്രയേറെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു അവസരത്തിൽ അവൻ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിയാനോ വായിക്കുമ്പോൾ അവന്റെ കൈകളിൽ മാജിക് വരുന്നത് പോലെയായിരുന്നു. കാണികളെല്ലാവരും തന്നെ ഇവരുടെ ഈ ഒരു സംഗീതത്തിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ആദ്യത്തെ ഷോയിൽ തന്നെ നമ്മുടെ ജോയ്ക്ക് ഒരുപാട് പേര് അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായിരുന്നിട്ടാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഈ ഒരു കാര്യം നേടിയെടുത്തിട്ട് പോലും അവന് ഒരു കംപ്ലീറ്റ്നെസ് തോന്നുന്നില്ല. എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. അവന്റെ ലൈഫിൽ അവൻ ചെന്നെത്തിപ്പെടേണ്ടത് ഇതായിരുന്നില്ല എന്നുള്ള തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജോ തിരികെ പോകുമ്പോൾ അവന്റെ 22ന്റെ ആ ഒരു ക്യാരക്ടർ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ എന്തോ തെറ്റ് ചെയ്തു. അവള് തന്റെ ലൈഫിൽ വന്നതിൽ പിന്നെ, അല്ലെങ്കിൽ അവളായിട്ട് താൻ ജീവിച്ചതിൽ പിന്നെയാണ് ഒരുപാട് അവസരങ്ങൾ തനിക്ക് വന്നു ചേർന്നത്. അല്ലാതെ അവസരത്തിന് പിന്നാലെ ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട്, അപ്പോഴൊന്നും കിട്ടാത്ത സന്തോഷമൊക്കെ തന്നെ അവള് കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അവളായി മാറിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ജീവിതം അല്ലായിരുന്നു അത് അവളുടെ തന്നെ ജീവിതമായിരുന്നു. അവളുടെ കഴിവ് കൊണ്ടായിരുന്നു എനിക്ക് അവസരമെല്ലാം വന്നു ചേർന്നത്. അപ്പോ അത് അവളായിരുന്നു കാരണം എന്ന് ജോയ്ക്ക് മനസ്സിലായി. താൻ തൻ്റെ ജീവിതം ജീവിച്ച് തീർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വേണ്ടി ഓടിയിട്ട് ജീവിതം ഒരു അർത്ഥമില്ലാതെ ആക്കി വെച്ചിരിക്കുന്നു. ഇതൊരിക്കലും എൻ്റെ ജീവിതമല്ല എന്ന് ജോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ജോ ആത്മാവിനെ വേർപെടുത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു ടെക്നിക്ക് മൂൺവിൻഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുക. അങ്ങനെ നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടു എന്ന് പറയില്ലേ, ആ ഒരു പോലെ. അങ്ങനെ നമ്മുടെ മൂൺവിൻഡ് പറഞ്ഞ പോലെ ജോ പിയാനോ വായിച്ച് അവൻ്റെ ആത്മാവിനെ വേർപെടുത്തി തൻ്റെ കാര്യമൊക്കെ തന്നെ മൂൺവിൻഡിനോട് പറഞ്ഞു. 22ന്റെ കാര്യമാണോ നീ ചോദിക്കുന്നേ? അവളിപ്പോൾ ആശയില്ലാത്ത ആത്മാവ് പോലെ നടക്കുകയാണ് എന്ന് നമ്മുടെ മൂൺവിൻഡ് ജോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ജോ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് പിന്നാലെ ചെന്നു. അങ്ങനെ ഈ സോണിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ് ഇവര്. എന്നിട്ട് സാധാ ഈ ജീവിതത്തിന് മുൻപുള്ള ജീവിതം നടക്കുന്ന, അതായത് ജീവിതത്തിന് മുൻപുള്ള ഭാഗം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണ്. ജോ അങ്ങനെ 22നെ വിളിച്ചു നിർത്തി പറഞ്ഞു, ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല നിനക്ക് ആ ഒരു നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഴിവ് മനസ്സിലായത്, അത് നിന്റെ കാരണം കൊണ്ട് തന്നെയായിരുന്നു. നീ ഭൂമിയിലുള്ള എല്ലാത്തിനെയും ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിന്റെ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കാത്ത പല മെന്റേഴ്സും നിന്നെ തളർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാൾ നീ നിന്റെ കഴിവ് മനസ്സിലാക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഭൂമിയിലേക്കുള്ള ഈ ടിക്കറ്റ് അത് നിന്റെ കഴിവ് കൊണ്ട് നീ നേടിയെടുത്തതാണ്, അതൊരിക്കലും എനിക്ക് തരാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ 22ന്റെ ഉള്ളിലുണ്ടായിരുന്ന അവൾ ഒട്ടും കൊള്ളില്ല, അല്ലെങ്കിൽ അവൾക്ക് കഴിവില്ല എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടി. ജോ 22നോട് പറഞ്ഞു, എൻ്റെ ജീവിതമൊക്കെ എന്നോ കഴിഞ്ഞതാണ്. ഞാനല്ലെങ്കിൽ ലക്ഷ്യത്തിന് പിന്നാലെ പോയിട്ട് ജീവിക്കാൻ മറന്നു പോയവനാണ്. പക്ഷേ നീ ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഭൂമിയിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് ജോ 22ന് തിരിച്ചു കൊടുക്കുകയാണ്.
പക്ഷെ അവൾക്ക് ഭൂമിയിലേക്ക് പോവാൻ ഒരു പേടി. എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ദൂരം ഞാനും നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞിട്ട് ജോയും 22-നൊപ്പം ഭൂമിയിലേക്ക് ചാടുകയാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഈ ടിക്കറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ജോയെ വിട്ടുപിരിഞ്ഞുകൊണ്ട് 22 പോകുന്നു. ജോ നേരെ മരണാനന്തര ജീവിതത്തിലേക്കും കടക്കുകയാണ്. അങ്ങനെ മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുന്ന ആ പാലത്തിൽ നിൽക്കുന്ന ജോയുടെ അടുത്തേക്ക് വന്ന ഒരു ജെറി പറഞ്ഞു, എപ്പോഴും ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ജീവിതത്തിൽ നമ്മുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന ആ ഒരു കഴിവ് ജനിക്കാൻ പോകുന്നവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ അവരുടെ ജീവിതം നന്നായി തീരുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ജനിച്ച് തീർന്നു കഴിഞ്ഞാൽ ജീവിതത്തിനിടയിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളുണ്ട്. അവരുടെ വഴി ഇതാണെന്ന്. അങ്ങനെ ആ ഒരു വഴി കണ്ടെത്തിയിട്ട് അങ്ങനെ ജീവിച്ചാൽ മാത്രമാണ് അവരുടെ ജീവിതം പൂർണ്ണമാകൂ എന്ന് നിങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ജോ, നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. നിങ്ങളുടെ ജീവിതം കുറച്ച് നാളത്തേക്ക് കൂടി ഞങ്ങൾ തിരിച്ചു തരികയാണെന്നും പറഞ്ഞ് ജോയെ വീണ്ടും ഈ ജെറി ഭൂമിയിൽ അയക്കുകയും നമ്മുടെ ജോ ആവട്ടെ അവൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ ഒരിക്കലും ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടാതെ അവൻ്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ എന്താണോ അതറിഞ്ഞ് ഇതിൽ സന്തോഷിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2020 പുറത്തിറങ്ങിയ സോൾ എന്ന ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത്. നമുക്ക് ഒരു വലിയ മെസ്സേജ് തന്നെയാണ് ഈ ഒരു സിനിമ തരുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവരായിക്കോട്ടെ അവരും കൂടി കണക്കിലെടുക്കേണ്ട ഒരു മെസ്സേജാണ്. നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതായത് ഏറെക്കുറെ ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ ആവറേജ് കുറേ പേർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, സെറ്റിൽ ആവണം, അങ്ങനത്തെ ചിന്തയുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. എപ്പോഴും ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. പക്ഷെ ചിലരെന്ത് ചെയ്യും, അത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും അതൊന്നും ആയിരിക്കില്ല അവരുടെ ചിന്ത. ആ ഒരു ലക്ഷ്യം നേടിയെത്തണ വരെ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ ലൈഫിൽ അത്രയും നാൾ ജീവിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു കഷ്ടപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു ലക്ഷ്യത്തിലെത്തി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മൾ എന്തോരം ജീവിതത്തിലുള്ള എത്ര സമയമാണ് നമ്മൾ കളഞ്ഞത് എന്നോർക്കും. കളയല്ല, അത്രയും സമയം നമുക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി കഷ്ടപ്പെടണം, അതൊക്കെയുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടി മാത്രം ജീവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ ലക്ഷ്യത്തിൽ എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്നതേ അതിന് വേണ്ടിയിട്ടാണ് എന്ന മട്ടിൽ നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ജീവിക്കാൻ മറന്ന് ആ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ നമ്മൾ ജീവിക്കൂ. അങ്ങനെ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യണ സമയത്ത് 1 മുതൽ 100 വരെ എണ്ണാനായിട്ട് നമുക്ക് ഒരു പണിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് മാക്സിമം 120 വയസ്സാണ്. അപ്പോൾ ഷടേന്നും പറഞ്ഞിട്ട് ഈ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യം വിചാരിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തും. അങ്ങനെ വിചാരിക്കുന്നതോ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവുന്നതോ തെറ്റല്ല, അങ്ങനെ വേണം. പക്ഷെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് സമയം കളഞ്ഞു കുളിക്കാൻ പാടില്ല. നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെ ആ ഒരു ഒഴുക്കിലൂടെ വേണം നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് ജീവിതം അർത്ഥപൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും കാലം ജീവിച്ചത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ നേടിയെടുത്ത ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. എല്ലാ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളിലും സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക. സോ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലെ മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, വീഡിയോയ്ക്കിടയിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇതുവരെയും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തൊരു അടിപൊളി മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ.